എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് സൂചിയിൽ എങ്ങനെ നൂല് കോർക്കാം. മെഷീനിൽ കൂടെ വെച്ചിട്ട് അത് സൂചിയിലേക്ക് എത്തിക്കണ്ടേ, അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിന് നമ്മൾ ആദ്യം ഒന്ന് പരിചയപ്പെടുന്നത് കേസ്, ബോബിന്, നൂല്, ഈ 3 കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഇന്ന് വീഡിയോയിൽ. നമ്മൾ കേസാണിത്, ഇതിനെ പറയുന്ന പേരാ ബോബിൻ, ഇത് കേസ്, ഇത് നൂല്, അത് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് മെഷീനിൽ കൂടെ വന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ലെവലിലേക്ക് എത്തിക്കാം എന്നതാണ് നോക്കുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്, അതിലൂടെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നൂല്, നമ്മൾ സ്പൂൺ പിൻ, ഈ നൂലിടുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് സ്പൂൺ പിൻ. ഇതിന് കൂടെ വെച്ചിട്ട് ബോബിനിൽ എങ്ങനെയാണ് നൂല് നിറയ്ക്കുന്നതെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഈ ബോബിന് വയ്ക്കുന്ന പാകത്തിന് പറയുന്ന പേരാണ് വെൽഡർ കേട്ടോ. അതിൽ വെച്ചിട്ട് നൂലിൻ്റെ ഒരു വശം ഈ ബോബിനിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് പതുക്കെ നമ്മൾ ചവിട്ടുമ്പോൾ ഇതിനാവശ്യമായ നൂല് ഇതിലേക്ക് കണ്ടില്ലേ, നൂല് ഇങ്ങനെ ഇതിലേക്ക് നിറയുന്നുണ്ട്. അപ്പോൾ പതുക്കെ കുറേശ്ശെ നമുക്ക് എത്രയാണ് ആവശ്യിച്ചാൽ അതിനനുസരിച്ച് നൂല് ഇതിലേക്ക് നമ്മൾ നിറയ്ക്കുക. അതിന് ശേഷം ഈ ബോബിന് നമ്മൾ പതുക്കെ കേസിലൂടെ വെച്ചു. എന്നിട്ട് ആ നൂലിൻ്റെ ഒരു വശം എടുത്തിട്ട് കേസിൻ്റെ ഒരു സൈഡിൽ കട്ടിങ് ഉണ്ട്, അത് കൂടെ പതുക്കെ എടുക്കുക. എന്നിട്ട് പതുക്കെ വലിക്കുക പുറത്തേക്ക്. അപ്പോൾ അങ്ങനെ വലിക്കുമ്പോൾ വല്ലാതെ ടൈറ്റും വല്ലാതെ ലൂസും അല്ല എന്ന തരത്തിൽ ആവണം. അതിനുശേഷം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മെഷീനത്തിൻ്റെ താഴെ ഭാഗത്ത് ഇത് വെക്കണം. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ഷട്ടിൽ. അവിടെ നമ്മൾ പതുക്കെ നല്ല ഹോളുണ്ടല്ലേ, അതിൽ കൂടെ പതുക്കെ നമ്മൾ കേസ് വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ ടക്ക് എന്നൊരു സൗണ്ട് ഉണ്ടാവും, ക്ലിക്ക് എന്നൊരു സൗണ്ട് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഫിറ്റായി എന്നാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോക്കായോ എന്ന് നമ്മൾ നോക്കാം. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മേലെ നൂല് എങ്ങനെ ഇടണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്പൂൺ പിന്നിൽ നൂലിൻ്റെ ഉണ്ട വയ്ക്കുന്നു, അതിൽ നിന്ന് പതുക്കെ നൂല് വലിക്കുന്നു. അത് എന്നിട്ട് ത്രെഡ് ഗൈഡ് എന്ന് പറയും അടുത്ത ഭാഗത്തിന് കേട്ടോ. അതിൽ കൂടെ വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ടെൻഷൻ എന്ന് പറയും. ഇപ്പോൾ വെക്കുന്ന ഭാഗം കണ്ടില്ലേ, ഒരു പ്ലേറ്റ് പോലെ, അതിന് പറയുന്ന പേരാണ് ടെൻഷൻ കൂടെ നമ്മൾ പതുക്കെ അത് മേലെ ചുറ്റുക. അതും വല്ലാതെ ടൈറ്റും പാടില്ല, വല്ലാതെ ലൂസും പാടില്ല. അങ്ങനത്തെ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മളത് പതുക്കെ വലിച്ചെടുത്തിട്ട് മുകളിൽ കാണാൻ ടോപ്പ് അപ്പ് എന്ന് പറയുക കേട്ടോ. ആ ഭാഗത്തിന് ആ ലിവർ കൂടെ വയ്ക്കുക. എന്നിട്ട് പതുക്കെ അതൊരു ദ്വാരത്തിലൂടെ കോർത്തെടുത്ത് താഴേക്ക് വലിക്കുക. എന്നിട്ട് നമ്മൾ ഇടത്തെ സൈഡിൽ നിന്ന് വലത്ത് സൈഡിലേക്ക് സൂചിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ നൂല് കടത്തണം. വലത്ത് സൈഡിൽ നിന്ന് ഇടത്തെ സൈഡിലേക്ക് മാറാൻ പാടില്ല. ഇനി എങ്ങനെയാണ് ബോബിനിൽ നിന്ന് നമ്മൾ നൂല് മേലേക്ക് എത്തിക്കണം. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണമെങ്കിൽ നൂല് മേലെയും താഴെയും വേണമല്ലോ. തുണിയുടെ അടിഭാഗം വേണം, മേൽഭാഗം വേണം. അതെങ്ങനെ എടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ മേലെ നിന്ന് കൊണ്ടുവന്ന സൂചി ഇതൊക്കെ കടത്തിയ നൂലിൻ്റെ വശം ഒരു കയ്യിൽ വെച്ചിട്ട് പതുക്കെ നമ്മളുടെ മെഷീനത്തിൻ്റെ ചക്രം കറക്കുമ്പോൾ അത് സൂചി പോയിട്ട് താഴെ പോയിട്ട് ബോബിനിൽ തട്ടുമ്പോൾ ആ നൂല് പതുക്കെ മേലേക്ക് വരും. നിങ്ങൾ കണ്ടല്ലോ, പതുക്കെ മേലേക്ക് വരുന്നത് കണ്ടില്ലേ, അതുപോലെ ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രഷർ ഫൂട്ട് പൊന്തിച്ചിട്ട് ആ 2 നൂലും കുറച്ചധികം അങ്ങോട്ട് വലിച്ചിട്ട് ബാക്ക് ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം പ്രഷർ ഫൂട്ട് പൊന്തിക്കുക. ഞാനൊരു വേസ്റ്റ് പീസ് തുണി എടുത്തിട്ടുണ്ട്, ആ തുണിയിലേക്ക് നമ്മൾ പതുക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പതുക്കെ വെച്ച് കൊടുക്കുക. ഞാൻ സ്ട്രൈറ്റായിട്ട് ലൈനുകൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാകുമ്പോൾ പെട്ടെന്ന് അടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം ലൈനിൽ ഒരു വേസ്റ്റ് പീസ്, അധികം നിങ്ങൾ വൈറ്റ് തുണി എടുക്കുന്നതാണ് നല്ലത്. വൈറ്റ് തുണിയിൽ ഇതുപോലെ ഞാൻ ബ്ലാക്ക് നൂലിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് തുണിയിൽ ബ്ലാക്ക് നൂലിട്ടിട്ട് പതുക്കെ ഇങ്ങനെ വല്ലാതെ വലിക്കാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതങ്ങനെ നമ്മൾ അടിച്ചു തുടങ്ങുക. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരുപാട് തവണ നിങ്ങൾക്ക് എത്രത്തോളം അടിച്ചു കഴിഞ്ഞിട്ട് ലൈനിൽ കൂടെ കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന വരുന്നുണ്ടോ, പെർഫെക്റ്റായി നിങ്ങൾക്ക് ഉറപ്പ് വരുന്നത് വരെ നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ആദ്യം മെഷീൻ ചവിട്ടാൻ പഠിച്ചു, അങ്ങനെ ഓരോ ഇതും പഠിച്ചില്ല, അതുപോലെ ഈ ഘട്ടങ്ങൾ കുറേ പ്രാവശ്യം നിങ്ങൾ അടിച്ചു നോക്കുക. ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ എൻ്റെ മറ്റേ മെഷീൻ എടുത്തു, അതിൽ വെച്ചിട്ടാണ് കേട്ടോ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനിയുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഈ മെഷീനത്തിലാണ് വെച്ച് കാണിച്ചു തരിക. മാറ്റങ്ങളൊന്നുമില്ല, എന്താണ് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാ വിവരങ്ങളും പഴയ പോലെ തന്നെ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ഞാനൊരു കോർണർ പോലെ 2-3 WM എന്നുള്ള ലെവലിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മൾ ആ പ്രഷർ ഫൂട്ട് പൊന്തിക്കുന്നു, അവിടെ കൊണ്ടുപോയിട്ട് സൂചി വയ്ക്കുന്നു, എന്നിട്ട് കറക്റ്റ് പ്രഷർ ഫൂട്ട് താത്തുന്നു. അതൊക്കെ നമ്മൾ ഈ കോർണറിൽ വരുന്ന ഭാഗങ്ങളിൽ എത്തുമ്പോൾ നമ്മളെപ്പോഴും സൂചി കുത്തി നിർത്തണം. എന്ന് വെച്ചാൽ ചക്രം കറക്കിയിട്ട് നമ്മൾ സൂചി ആ കോർണറിൽ വരുമ്പോൾ കുത്തി നിർത്തിയിട്ട് പ്രഷർ ഫൂട്ട് പൊന്തിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുന്ന തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും, കറക്റ്റായിട്ട് ഫിനിഷിങ് കിട്ടില്ല.
അതുപോലെ നമ്മൾ എവിടെ കോർണർ വരുന്നു അവിടെയൊക്കെ സൂചി കുത്തി നിർത്തുക, എന്നിട്ട് പ്രഷർ കുക്കറിട്ട് പൊന്തിക്കുക, തയ്ക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഷേപ്പുകളാണ് അടിച്ച് പഠിക്കേണ്ടതെങ്കിൽ അതൊക്കെ 2-3 തവണ അടിച്ച് പഠിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കുറേ തവണ ഇതുപോലെ അടിച്ചിട്ടുണ്ട്. നിങ്ങളിതുപോലെ കറക്റ്റായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ലൈനുകൾ കൂടെ നമ്മൾ അടിച്ചാൽ കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് കുറേ തവണ അടിച്ച് നോക്കണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു നമുക്ക് തുണി കിട്ടി, നമ്മൾ ആ തുണിയുടെ വക്ക് ആദ്യം അടിച്ച് പഠിക്കുകയാണ്. ഒരു ടവൽ കിട്ടിച്ചാൽ ടവലിൻ്റെ വക്കടിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ 4 ഇഞ്ചിൽ മടക്കണം, പിന്നെയും ഒന്നുകൂടി 4 ഇഞ്ചിൽ മടക്കണം. കറക്റ്റായിട്ട് വൃത്തിയിൽ വന്നു. അതിൽ കൂടെ വക്കത്ത് കൂടെ നമ്മൾ സൂചി കൊണ്ടുവച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് തയ്ക്കണം. ഇങ്ങനെ കറക്റ്റായിട്ട് ലൈനിൽ കൂടെ വരണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നമ്മൾ അടിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായി വന്നോ എന്ന് ഉറപ്പ് വരുത്തണം. അതിനാണ് ഞാൻ പറഞ്ഞത് സ്ട്രൈറ്റായിട്ട് ലൈനുകൾ വരയ്ക്കുക, അതിൽ കൂടെ അടിച്ച് പിടിക്കുക. ഇതിപ്പോൾ കണ്ട കറക്റ്റായിട്ട് വക്കത്ത് കൂടെ തന്നെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് നൂലിടുന്നത്. അപ്പോൾ പിന്നെ ലോക്ക് ഇട്ടിട്ട് നമ്മൾ അടിക്കുക. ഞാൻ ലോക്ക് ഇടുന്നത് ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല, അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ലോക്ക് ഇടുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് ഞാൻ അടിച്ചത് കണ്ടില്ലേ, കറക്റ്റായിട്ട് ബാക്കിലും മുന്നിലും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ആദ്യം കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ.